എന്തിനാ കരുതേ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇങ്ങനെ ഇല്ല ഇല്ല. രണ്ടെണ്ണം പോയി. സാറേ എന്റെ ജീവിതം വേണ്ട, അല്ല വേറെ ഒരു മാർഗവും ഇല്ല. എന്റെ കാര്യത്തിന് മാത്രം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇപ്പൊ അവരും തള്ളയും പിള്ളേയും കൈ വിട്ടു. ഇത് മൂത്ത കുട്ടിയാ, ഇതിന് പാല് കൊടുത്തിട്ടില്ല. ഞാൻ കടിച്ചായ കൊടുത്ത അത്രയും വളർത്തിയിട്ടുണ്ട്. ഇങ്ങനെ പോവാൻ ഞാൻ എന്ത് ചെയ്യുന്നത്? കാട് കൊടുത്ത് മേടിച്ച് വളർത്തിക്കൊണ്ട് കുഞ്ഞിലെ ഇതിനും പിന്നെ ഇതിനൊക്കെ ഇച്ചിരികളായപ്പോഴേ എനിക്കൊന്നൊന്ന് വളർത്തി എന്നെ കൂടെ കടത്തി വളർത്തി കുഞ്ഞുങ്ങളെ വളർത്തും പോലെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന. ഇപ്പൊ ഇതും കൂടെ കൈവിട്ട് പോയി നോക്കാം. പിന്നെ നോക്കാനും കാണാനും മക്കളൊന്നും വന്ന് നോക്കുവോ? ഈ വന്ന കാലത്ത് അവിടുന്ന് നമ്മളെ നോക്കുമായിരിക്കും, എന്നാലും അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്നും ചെയ്യാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും അതെ ഇപ്പൊ പറയാനൊന്നുമില്ലാതായിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? അല്ല നമുക്ക് കൂലി വലിയൊന്നും ഇല്ല, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയാലും പോയി ചെയ്യാം. എനിക്ക് 80 വയസ്സുണ്ട്. എന്നാലും ആരെങ്കിലൊക്കെ മിറ്റം തൂക്കാൻ വിളിക്കും പറയാം. അങ്ങനെ പോയി മിറ്റമൊക്കെ തൂക്കും. അങ്ങനെയൊക്കെ മിറ്റമൊക്കെ തൂക്കും. ആവുമെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ വയറ് വഴി ഉണ്ടായോ? ആരെങ്കിലും തരുവാന്ന് കെട്ടി വെച്ച് നടക്കും ആന്നടം വരെ. പുലി വന്നിട്ട് പോയി കടിച്ചിട്ട് തളയും പുള്ളിയും കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ഇത് 2-3 ദിവസം തൊണ്ട എടുക്കത്തില്ല, കരയത്തൂല്ല, വിളിക്കത്തൂല്ല, ഒന്നുമില്ല. ഒരു ദിവസം മൊത്തം പകൽ മൊത്തവും വന്നിട്ട് കിടക്കുക. ഇന്നലെ സാറുമാർ വന്നപ്പം പറഞ്ഞു, സാറേ ഇതിനെ ഇനി ഇറക്കിട്ടായിരുന്നേ പാലോലും വിളിക്കാത്ത കടിഞ്ചായ കൊടുത്ത് വളർത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സാറുമാർ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ അടിച്ച് ഇനി ഇറക്കി ആണുങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അടിച്ചിറക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി രാവിലെ പോയി അടിച്ചിറക്കുന്നുണ്ട്. ഒരു മാസം കടിഞ്ചായം കുടിച്ചിട്ട് കിടക്കുക. എൻ്റെ കൂടെ കിടക്കുക. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ കൂടെ കിടക്കുക. ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ. എന്താ പ്രശ്നം? രണ്ടെണ്ണം പോയി. ഞാൻ എന്റെ മാസം കഷ്ടപ്പെട്ട് വളർത്തിക്കണം. എന്റെ പ്രയാസത്തിന് എന്റെ ആദ്യം ഞാൻ പിള്ളേരെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഞാൻ ഇത്രയും വർഷം കൊണ്ട് എത്ര കൊല്ലമില്ല ഇത്രയും വർഷം കൊണ്ട് സാധിക്കും. പശുവിനെയും എല്ലാത്തിനും ഞാൻ വളർത്തി ഇഷ്ടംപോലെ ഞാൻ കാര്യം വേണ്ട. ഇപ്പൊ എനിക്ക് വയ്യാതെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇവര് 2 വിവാഹത്തിന് കൊണ്ടുവന്ന് വളർത്തി അതിപ്പോ 2-3 കുട്ടി തന്ന് ഇപ്പൊ 2 പോയി. അറിയാം എനിക്കിന്ന് ഞാനും ഒരു കൂലിവാര പോലും ഇല്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെങ്കിലും പോയി ജീവിച്ചു. ഇപ്പൊ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ വല്ലവരും മിറ്റുണ്ട് അങ്ങനെ അവിടെ നിന്നും ഞാൻ ഒരുപാട് തീറ്റയൊക്കെ അറിയാം. എന്നെ കൊണ്ട് വലിച്ചു നോക്കി അതേ ഞാനിവിടെ തീറ്റ പോയിട്ട് വളർത്തുന്നത്. ഇപ്പൊ വന്നപ്പോ 2 തള്ളയും പിള്ളേം പോയി. അറിയാൻ ഞാൻ എന്ത് ചെയ്യും? ഇനിയും എന്റെ ജീവൻ പോയി. എന്റെ ജീവൻ പോയെങ്കിലും കിട്ടുകയും പ്രയാസമില്ലായിരുന്നു എനിക്ക്. അതുപോലെ ഇപ്പൊ 3-4 ജോലിയുണ്ട് ആ കൂട്ടിയിട്ടൊക്കെ ഇപ്പൊ അതിന് നാക്കെടുത്ത് കറിയാരും വിളിക്കാനും വയ്യ. ഇന്നലെ ഞാൻ വന്നപ്പോ പറഞ്ഞു എന്നെ ഇറക്കാൻ പറഞ്ഞപ്പോ പറഞ്ഞു അവരെ ഇറക്കത്തില്ലെന്ന്. വൈകിട്ട് സാർ വന്നപ്പോ പറഞ്ഞു ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിക്കൊണ്ടു രാവിലെ ഒരു പാത്രം കടിച്ചായും വളർത്തുന്നത്. എന്റെ കുഞ്ഞുങ്ങള് പോയെങ്കിൽ എന്റെ ഭർത്താവ് പോയെങ്കിൽ എനിക്ക് ഇത്രയും വിഷമമില്ല. അറിയാൻ ഞാൻ കൂടെ വളർത്തി ഈ കട്ടിലെ കിടത്തി മുണ്ടും പോകുന്നത് കിടത്തി വളർത്തിയാണ്. എനിക്കുള്ള ഭൂമി എനിക്ക് നെല്ലുമാസം പ്രയാസമുണ്ട്. എനിക്ക് ആമ്മയുടെ മേലെ കെട്ടി മരിക്കാല്ല വയ്യാതെ വരുമ്പോ എന്തെങ്കിലും ചെയ്യാതെ അല്ലെങ്കിൽ അവർ വിളിച്ചു കൊടുത്തു. പകരമാരുണ്ടല്ലോ കേട്ടോ. സമാധാനമായോ? പോയതിന് പകരം ആവില്ലെങ്കിലും വേറെ നോക്കിയല്ലോ കേട്ടോ.
മക്കളെ വാ മോളെ വാ മക്കളെ വാ മോളെ വാ വാ മോളെ ഞങ്ങളെ നോക്കുന്നവണൊക്കെ തന്നെ ആടിനെ നോക്കിക്കൊണ്ടിരുന്നത്. തേയിലവെള്ളം കൊടുക്കും, ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും, പിന്നെ ഇവിടെ കടയിൽ നിന്നുള്ള പലഹാരങ്ങളുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അന്നേരമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ സന്തോഷം തോന്നി. ഇല്ല, ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മ പ്രതീക്ഷിച്ചില്ല. ഇല്ല ഇല്ല, പറഞ്ഞില്ല. എം എൽ എ വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഇങ്ങനെ ഇല്ല ഇല്ല.